അസസ്മെന്റ് ഇൻ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് MPCE 022 എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ ഇഗ്നോ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരായിരിക്കും ഈ വീഡിയോ കാണുന്നുണ്ടാവുക. ഇഗ്നോ ഓഫർ ചെയ്യുന്ന MA സൈക്കോളജിയുടെ 2ാം വർഷത്തിൽ ഉൾപ്പെടുന്ന ഒരു പേപ്പറാണിത്. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് പഠിക്കുന്നത് എത്രത്തോളം പരീക്ഷയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് നമ്മൾ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ റിപ്പീറ്റഡ് ആയി വരുന്ന ചോദ്യങ്ങൾ ഏതാണ്, എങ്ങനെ ഉത്തരങ്ങൾ ക്രാഫ്റ്റ് ചെയ്യണം, പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ബ്ലോക്കുകൾ, യൂണിറ്റുകൾ, ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ലേൺ വൈസിന്റെ ഭാഗത്തു നിന്നും ഒരു സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ നിങ്ങൾക്ക് മുന്നിൽ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇതിൽ തന്നെ ഈ സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വലിയ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. എന്തായാലും ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് നടത്താൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് MSc ഇൻ സൈക്കോളജി, അതിൽ തന്നെ ക്ലിനിക്കൽ സ്പെഷ്യലൈസേഷൻ നേടിയിട്ടുള്ള ലേൺ വൈസിന്റെ ഫാക്കൽറ്റി കം മെന്ററായ ഫാത്തിമ അർഷാനയാണ്. അപ്പൊ ഇനി അങ്ങോട്ട് അർഷാന മാം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുകയും പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കാനും ശ്രമിക്കുക. ഹായ് എവ്രി വൺ, ഐ എം അർഷാന, ലേൺ വൈസിൻ്റെ സൈക്കോളജി മെൻറ്ററാണ്. എല്ലാവരും എക്സാമിൻ്റെ ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് MPCE 022 അസസ്മെൻറ്റ് ഇൻ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറാണ്. അപ്പം ഈ ഒരു കൗൺസിലിംഗ് പേപ്പർ സ്പെഷ്യലൈസേഷനായിട്ട് എടുത്തിട്ടുള്ള എല്ലാവർക്കും തന്നെ അറിയായിരിക്കും എന്താണ് ഈ അസസ്മെൻറ്റ് ഇൻ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് എന്ന് പറയുന്ന പേപ്പറിൻ്റെ ഇമ്പോർട്ടൻസ്, എന്തൊക്കെയാണ് നമ്മൾ അതിനകത്ത് ലേൺ ചെയ്യുന്നത് എന്നുള്ളത് അല്ലേ. അപ്പം പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കംപ്ലീറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ജനറൽ അനാലിസിസിലേക്ക് പോവാം ഫസ്റ്റിൽ. അപ്പം ഈ ഒരു ജനറൽ അനാലിസിസിനകത്ത് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് പ്രിവാലൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. നമ്മുടെ ഈ ഒരു എൻറ്റയർ പേപ്പറിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ട് അത്തരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു പോയിട്ടുള്ള അല്ലെങ്കിൽ മെൻഷൻ ചെയ്യപ്പെട്ടിട്ടുള്ള ടോപ്പിക്സുകൾ എന്തൊക്കെയാണെന്നാണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കൗൺസിലിംഗ് ആണ്. ഈ ഒരു കൗൺസിലിംഗ് എന്ന് പറയുന്ന ഈ ഒരു ടേം 24 ടൈംസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ അപ്പിയർ ചെയ്തതായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു 24 ടൈംസ് നമ്മളിത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു കൗൺസിലിംഗ് എന്ന് മാത്രമാണോ കാണുന്നത്? ഒരിക്കലും അല്ല അല്ലേ. അതിൻ്റെ വേരിയസ് ആസ്പെക്റ്റുകൾ അല്ലെങ്കിൽ അപ്രോച്ചുകൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവുക. ഓക്കെ, അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ കാണുന്നതും അത് തന്നെയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗൈഡൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഈ ഗൈഡൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് 13 ടൈംസ് മെൻഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു ഗൈഡൻസിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പോയിട്ടുണ്ട്. എന്താണ് ഗൈഡൻസ്, എന്താണ് ഗൈഡൻസിൻ്റെ പർപ്പസ്, എങ്ങനെയാണ് ഗൈഡൻസ് ഓർഗനൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ എന്താണ്, ഏതൊക്കെ ഏരിയയിൽ നമുക്ക് ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യാം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇതിനെയെല്ലാം എംഫസൈസ് ചെയ്തുകൊണ്ടാണ് പലപ്പോഴായിട്ടും ഗൈഡൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നെക്സ്റ്റ് ടോപ്പിക് അല്ലെങ്കിൽ ഒരു ടേം ആയിട്ട് വളരെ കൂടുതൽ പ്രാവശ്യം കണ്ടിട്ടുള്ളതെന്ന് പറയുന്നത് സൈക്കോളജിക്കൽ എന്ന് പറയുന്ന ടേമാണ്. 9 ടൈംസ് ആണ് നമ്മൾ ഈ ഒരു ടേം ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുള്ളത്. എന്താണ് ഈ ഒരു സൈക്കോളജിക്കൽ എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, ഈ ഒരു പേപ്പറിനകത്ത് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് ആൻഡ് അസസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയയിലായിരിക്കും ഈ ഒരു സൈക്കോളജിക്കൽ എന്ന് പറയുന്ന ടേം യൂസ് ചെയ്തിട്ടുള്ളത്. എന്താണ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്, എന്താണ് അസസ്മെൻറ്റ്, എന്താണ് ഈ ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങും അസസ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയയിലാണ് സൈക്കോളജിക്കൽ എന്ന് പറയുന്ന ടേം കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് അസസ്മെൻ്റ് ആണ്. ഈ ഒരു അസസ്മെൻ്റ് എന്ന് പറയുന്ന ടേം 7 ടൈംസ് ആണ് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ അപ്പിയർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, അസസ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഗൈഡൻസിനകത്തും കൗൺസിലിങ്ങിനകത്തും അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് അസസ് ചെയ്യേണ്ടത്, എന്തൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ അസസ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ അസസ്മെൻറ്റ് കോംപ്ലക്സിറ്റീസ് ആണ് ഗൈഡൻസിനകത്തും കൗൺസിലിങ്ങിനകത്തും ഉള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഏരിയാസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസിലൂടെയാണ് ഈ ഒരു അസസ്മെൻറ്റ് എന്ന് പറയുന്ന ടേം ഒരു 7 ടൈംസ് മെൻഷൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇത് മാത്രമല്ല അല്ലേ, നമ്മൾ വേറെയും ഒരുപാട് ടോപ്പിക്കുകൾ ഈ ഒരു
പേപ്പറിനകത്ത് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. എന്താണ് ടൈപ്സ് ഓഫ് പിന്നെ തെറാപ്പീസ് പഠിച്ചിട്ടുണ്ട്, ടെസ്റ്റുകളെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ടെക്നിക്കുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്, കൗൺസിലറുടെ റോള്, സെറ്റിങ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുകളാണ്. അറ്റ് ദ സെയിം ടൈം അതിനൊക്കെ റെലവൻസും ഉണ്ട്. ഓക്കെ, പക്ഷേ എങ്കിൽ പോലും നമ്മൾ കമ്പാരിറ്റീവ്ലി പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ കൂടുതലായിട്ട് മെൻഷൻ ചെയ്യപ്പെട്ട ടോപ്പിക്കുകൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോയതാണ്, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്ത് പോയെന്നേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ക്വസ്റ്റ്യൻ ടൈപ്സിലേക്കാണ്. എന്താണ് ക്വസ്റ്റ്യൻ ടൈപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടിട്ടുണ്ടാവും, ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ബേസിക്കലി 3 സെക്ഷൻ ആയിട്ടാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെക്ഷൻ എ ആണ്. ഈ ഒരു സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത്? എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ഈ എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ 450 വേർഡ്സിന് എഴുതേണ്ടതാണ്. ഈ ഒരു 450 വേർഡ്സിന് എഴുതുന്ന എസ്സേയുടെ നേച്ചർ എങ്ങനെയാണ്? ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് അനലിറ്റിക്കൽ നേച്ചറാണ്. അപ്പം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഉള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഈ ഒരു ക്വസ്റ്റ്യന് നമ്മൾ കൊടുക്കേണ്ടത്. ദെൻ സെക്ഷൻ ബി ആണ്. സെക്ഷൻ ബി എന്ന് പറയുമ്പോൾ 250 വേർഡ്സിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ആൻസർ 250 വേർഡ്സിനുള്ളതായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എസ്സേയുടെ അത്രയുള്ള ഒരു എക്സ്പ്ലനേഷൻ വരില്ല, എങ്കിൽ പോലും എക്സ്പ്ലനേഷൻ വേണം, എന്നാൽ അത് കുറച്ചും കൂടി കൺസൈസ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിരിക്കും. ഓക്കെ, ദെൻ സെക്ഷൻ സി. സെക്ഷൻ സിയിലേക്ക് വരുമ്പോൾ എന്താണ്? എക്സാക്റ്റ് ആൻസർ ആണ് നമുക്ക് വേണ്ടത്. എന്താണോ നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്ന ടേം അതിനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ അതിൻ്റെ എക്സാക്റ്റ് ഒരു ഡെഫിനിഷനാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. 100 വേർഡ്സിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. സെക്ഷൻ എ, സെക്ഷൻ ബി ആൻഡ് സെക്ഷൻ സി എന്നുള്ള ഒരു ഓർഡറിൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺസ് ആണ്. എന്താണ് ഈ ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺസ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? നമ്മുടെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇപ്പോൾ നമ്മൾ ഇയേഴ്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, കുറേ ഇയേഴ്സുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മൾ കണ്ടുവരുന്ന കുറച്ച് ട്രെൻഡും പാറ്റേണും ഉണ്ട് ക്വസ്റ്റ്യനകത്തല്ലേ. അതിനെക്കുറിച്ചാണ് കേട്ടോ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ ഒരു പേപ്പറിനെ നോക്കുന്ന സമയത്ത് അതിനകത്ത് തിയററ്റിക്കൽ ഫൗണ്ടേഷൻ ഓഫ് കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് എന്നുള്ളത് ഒരു പാറ്റേൺ എപ്പോഴും കണ്ടുവരുന്നുണ്ട്. അതായത് നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ഒരു തിയററ്റിക്കൽ ആസ്പെക്റ്റ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഉണ്ട് എന്തിനെക്കുറിച്ചുള്ള? കൗൺസിലിങ്ങിനെ കുറിച്ചും ഗൈഡൻസിനെ കുറിച്ചും. അതായത് ഡെഫിനിഷൻ, ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസിയേഷൻ, ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ, പർപ്പസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പലപ്പോഴായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അതാണ് വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലാണ്. നമ്മൾ ഈ ഒരു തിയററ്റിക്കൽ ഫൗണ്ടേഷൻ പഠിച്ചു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ലേൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ് അടുത്തതായിട്ട് വരുന്നത്. നമ്മളൊരു എഡ്യൂക്കേഷണൽ സെറ്റിങ്സിലെ ഒരു മൾട്ടി കൾച്ചറൽ എൻവിറോൺമെൻറ്റിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു കൗൺസിലിങ്ങും ഗൈഡൻസൊക്കെ അപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെ രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ടെക്നിക്സ് ആൻഡ് സ്കിൽസ് ഇൻ കൗൺസിലിംഗ്. കൗൺസിലിങ്ങിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് ടെക്നിക്കുകളുണ്ട് അല്ലേ, തെറാപ്പികളുണ്ട്. അപ്പം അതിനെക്കുറിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ലൈക്ക് ഇപ്പോൾ നെറേറ്റീവ് തെറാപ്പി, ബിഹേവിയറൽ കൗൺസിലിംഗ്, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ബിഹേവിയറൽ കൗൺസിലിംഗ് എന്നൊക്കെ പറയുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ സ്കിൽസും അതുപോലെ ടെക്നിക്കുകളും ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ദ റോൾ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കൗൺസിലർ ഇൻ വേരിയസ് സെറ്റിംഗ്സ് അപ്പിയർ ടു ബി എ റിക്കറിങ് തീം. ഓക്കെ, അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സും റോളും, ഒരു കൗൺസിലറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും റോളും എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് നമ്മൾ കൗൺസിലിങ്ങിനകത്ത് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും കാണാറുണ്ട്. ഇതാണ് കോമൺ ആയിട്ട് കാണുന്ന, അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ട്രെൻഡ് ആൻഡ് പാറ്റേൺ ക്വസ്റ്റ്യനകത്ത് വന്നിട്ടുള്ളത് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് ഒരു ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസിലോട്ടാണ്. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് അസസ്മെൻറ്റ് ഇൻ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് എന്ന് പറയുന്ന പേപ്പറിനകത്ത് ബേസിക്കലി 4 ബ്ലോക്കുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ 4 ബ്ലോക്കുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ, സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്? അപ്രോച്ച് ടു അസസ്മെൻറ്റ് ഇൻ കൗൺസിലിംഗ്, തേർഡ് വൺ എന്ന് പറയുന്നത് അസസ്മെൻറ്റ് ഇൻ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ്, ഫോർത്ത് ബ്ലോക്കാണ് എന്ത്? ഓർഗനൈസിങ് ആൻഡ് പ്ലാനിങ് കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്ക്. അങ്ങനെ 4 ബ്ലോക്കുകളാണ് നമുക്കുള്ളത്. അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ട്
അതിൻ്റെ ഒരു വെയിറ്റേജ് അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഓരോ ബ്ലോക്കിനകത്തു നിന്നും എത്രത്തോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ബേസിലാണ് ഇനി നമ്മൾ അനാലിസിസിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, അതിനകത്ത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വന്നിട്ടുള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് 4th ബ്ലോക്കാണ്. അതായത് ഓർഗനൈസിങ് ആൻഡ് പ്ലാനിങ്, കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് എന്ന് പറയുന്ന നമ്മുടെ 4th ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ അത് 8 തവണ മെൻഷൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ബ്ലോക്കാണ്. അതിനകത്ത് ഈ ഒരു ബ്ലോക്കിനകത്തുള്ള ക്വസ്റ്റ്യൻസിന് അപ്പോൾ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഇതിനകത്ത് നമുക്കറിയാം 4 യൂണിറ്റുകൾ നമുക്ക് പഠിക്കാനായിട്ട്. 4 യൂണിറ്റുകളിനകത്തും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ കൗൺസിലിങ്ങിൻ്റെയും ഗൈഡൻസ് പ്രോഗ്രാമിൻ്റെ ഒരു ഇവാലുവേഷൻ എങ്ങനെയാണ്, അതിൻ്റെ ഒരു റാഷണലും പർപ്പസും എന്താണ്, എങ്ങനെയാണ് കൗൺസിലിംഗ് ഗൈഡൻസ് ഒക്കെ ഓർഗനൈസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിനകത്ത് ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 4th ബ്ലോക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബ്ലോക്ക് തന്നെയാണ്. സോ അതെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. ദെൻ സെക്കൻഡ് ഒരു വെയിറ്റേജ് ലെവൽ നമ്മൾ നോക്കുന്ന സമയത്ത് സെക്കൻഡായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കാണ്. ഇൻട്രൊഡക്ഷൻ, കൗൺസിലിങ്ങിനകത്തേക്കും ഗൈഡൻസിനകത്തേക്കൊക്കെ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ തരുന്ന ഫസ്റ്റ് ബ്ലോക്ക് അല്ലേ. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് 7 times ആണ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ മെൻഷൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഫൗണ്ടേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, തിയററ്റിക്കൽ ഫൗണ്ടേഷൻ ഓഫ് കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ബ്ലോക്കിനകത്താണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് എന്താണ് കൗൺസിലിംഗ് അല്ലെങ്കിൽ എന്താണ് പിന്നെ ഗൈഡൻസ്, അതിൻ്റെ അസസ്മെൻറ്റ് എങ്ങനെയാണ്, ടെസ്റ്റിംഗ് എങ്ങനെയാണ്, ഇതിൻ്റെ ആംബിയൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ബ്ലോക്കിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അതാണ് സെക്കൻഡ് വെയിറ്റേജ് ലെവൽ നോക്കുമ്പോൾ സെക്കൻഡായിട്ട് വരുന്ന ബ്ലോക്ക്. ഓക്കെ, ദെൻ അടുത്ത ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്, അപ്രോച്ചസ് ടു അസസ്മെൻറ്റ് ഇൻ കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സെക്കൻഡ് ബ്ലോക്കാണ്. ഓക്കെ, സെക്കൻഡ് ബ്ലോക്ക്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഒരുപാട് അപ്രോച്ചുകൾ പഠിക്കുന്നുണ്ട്. ഈ ഒരു ബ്ലോക്ക് 4 times ആണ് മെൻഷൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം, നമ്മൾ ആദ്യമേ അതിൻ്റെ ആ ഒരു ബ്ലോക്കിൻ്റെ ഫസ്റ്റ് യൂണിറ്റിനകത്ത് നമ്മൾ കുറച്ച് മെത്തേഡുകൾ പഠിക്കുന്നുണ്ട്, അസസ്മെൻറ്റ് മെത്തേഡുകളൊക്കെ പഠിക്കുന്നു. ഇൻ്റർവ്യൂ, കേസ് സ്റ്റഡി, കേസ് ഹിസ്റ്ററി എങ്ങനെ എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ അപ്രോച്ചിലേക്ക് പോകുന്നത്. എന്തൊക്കെ അപ്രോച്ചുകളാണ് അസസ്മെൻറ്റിനകത്ത് വരുന്നത് എന്നുള്ളത്. സൈക്കോ ഡൈനാമിക് അപ്രോച്ച് പഠിക്കുന്നുണ്ട്, കോഗ്നിറ്റീവ് അപ്രോച്ച് പഠിക്കുന്നുണ്ട്, പേഴ്സൺ സെൻറ്റേർഡ് അപ്രോച്ച് പഠിക്കുന്നുണ്ട്, നറേറ്റീവ് അപ്രോച്ചുകൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും അപ്രോച്ചുകൾ നമ്മൾ ഈ ഒരു ബ്ലോക്കിനകത്ത് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ബ്ലോക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അടുത്ത വെയിറ്റേജ് ലെവൽ നോക്കുമ്പോൾ നമുക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് വരാത്ത ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ 3rd ബ്ലോക്കാണ്, അസസ്മെൻറ്റ് ഇൻ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്കാണ് കേട്ടോ. അത് 2 പ്രാവശ്യം മാത്രമേ അങ്ങനെ മെൻഷൻ ചെയ്യപ്പെട്ടതായിട്ട് കണ്ടിട്ടുള്ളൂ. ആൻഡ് ഇറ്റ് കവേഴ്സ് ടോപ്പിക്സ് റിലേറ്റഡ് ടു ദ കൗൺസിലിംഗ് സെറ്റിംഗ്. നമുക്കറിയാം കൗൺസിലിംഗ് സെറ്റിങ്ങിനെ കുറിച്ച്, സെറ്റിംഗ് എങ്ങനെയൊക്കെ ആയിരിക്കണം, എന്തായിരിക്കണം ഒരു ഫിസിക്കൽ സെറ്റിംഗ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ബ്ലോക്കിനകത്ത് കൂടുതലായിട്ട് പറയുന്നത്. അതുപോലെ കൗൺസിലറിൻ്റെ റോളുകൾ പറയുന്നുണ്ട്, ടെക്നിക്സ് പറയുന്നുണ്ട്, അതുപോലെ കരിയർ പ്ലാനിങ്ങിനെ കുറിച്ചും ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ടോട്ടലായിട്ട് നോക്കുമ്പോൾ എല്ലാ ബ്ലോക്കുകളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ പോലും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന ബ്ലോക്കിനെ ആണ് നമ്മളിവിടെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്, നമ്മുടെ 4th ബ്ലോക്ക്. ദെൻ സെക്കൻഡായിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവലിലാണ് നമ്മൾ ഇതിനെ ഒന്ന് അനലൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ്. അപ്പോൾ നമ്മൾ ബ്ലോക്ക് വൈസ് കഴിഞ്ഞു, അപ്പോൾ ഇനി അടുത്തത് യൂണിറ്റ് ആണ്. അപ്പം നമുക്കറിയാം ഫസ്റ്റ് യൂണിറ്റ് വൈസ് നമ്മൾ അതിൻ്റെ ഒരു വെയിറ്റേജ് നോക്കുമ്പോൾ 7 times മെൻഷൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് ഉണ്ടല്ലോ, ഇൻട്രൊഡക്ഷൻ ബ്ലോക്കിനകത്തുള്ള യൂണിറ്റുകൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിനകത്താണ് നമ്മളൊരു കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എന്നൊക്കെയുള്ളതിനകത്ത് അല്ലെങ്കിൽ അസസ്മെൻറ്റിനകത്തേക്ക് ഒരു ഫൗണ്ടേഷനായിട്ട് നമ്മൾ പറയപ്പെടുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ബ്ലോക്കിനാണ് ഫസ്റ്റ് വെയിറ്റേജ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് വന്നിട്ട് എന്താണ്, അപ്രോച്ച് ടു അസസ്മെൻറ്റ് ഇൻ കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് ബ്ലോക്കിന് തന്നെയാണ് വെയിറ്റേജ് കൂടുതൽ. ഈ ഒരു ബ്ലോക്കിനകത്തുള്ള എന്താണ് യൂണിറ്റുകളാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. അപ്പം നരേറ്റീവ് അപ്രോച്ചിനെ കുറിച്ച് പറയുന്ന യൂണിറ്റ്, അതായത് നമ്മുടെ ഏറ്റവും ബ്ലോക്ക് 2 തന്നെ 4th യൂണിറ്റ് ആണ് നരേറ്റീവ് അപ്രോച്ചിനെ കുറിച്ച് പറയുന്ന യൂണിറ്റ്. പിന്നെ അപ്രോച്ചസ് ടു കൗൺസിലിംഗ്, അപ്പം നമ്മുടെ ബാക്കിയുള്ള
സെക്കൻഡ് ആൻഡ് തേർഡ് യൂണിറ്റുകളാണ് അപ്രോച്ചസ് ടു കൗൺസിലിംഗ് എന്നുള്ളത്. ദെൻ ഇൻ്റർവ്യൂ, കേസ് ഹിസ്റ്ററി, ടെസ്റ്റിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ്. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് നരേറ്റീവ് അപ്രോച്ച്, അതായത് ഫോർത്ത് യൂണിറ്റിനാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ സെക്കൻഡ് ആൻഡ് തേർഡ് യൂണിറ്റ്, ദെൻ വന്നിട്ട് ഫസ്റ്റ് യൂണിറ്റ്. ഇങ്ങനെയാണ് നമ്മുടെ ഒരു സെക്കൻഡ് ബ്ലോക്കിനകത്തുള്ള യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ് പറഞ്ഞിട്ടുള്ളത്. ദെൻ അസസ്മെൻറ്റ് ഇൻ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് നമ്മുടെ മൂന്നാമത്തെ ബ്ലോക്കാണ്. മൂന്നാമത്തെ ബ്ലോക്കിലുള്ള ഒരു യൂണിറ്റ് അനാലിസിസ് എങ്ങനെയാണെന്ന് നോക്കാം. കൗൺസിലിംഗ് സെറ്റിംഗ് ആൻഡ് റോൾ ഓഫ് കൗൺസിലർ. ഓക്കെ, ദിസ് യൂണിറ്റ് ഇസ് predominant in this block with foremention, focusing on the practical aspects of counseling and the role of counselor. അപ്പം നമ്മുടെ ഈ ഒരു തേർഡ് ബ്ലോക്കിനകത്തുള്ളത് പൊതുവേ നമ്മൾ പറഞ്ഞു ബ്ലോക്ക് തേർഡിനകത്ത് ക്വസ്റ്റ്യൻസ് അധികം കണ്ടിട്ടില്ല, എന്നാൽ പോലും പലപ്പോഴായിട്ട് മെൻഷൻ ചെയ്ത് പോയിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 times മെൻഷൻ ചെയ്തതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ഒരു അസസ്മെൻറ്റ് ഇൻ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് എന്ന് പറയുന്ന ബ്ലോക്കിനകത്തുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ മൾട്ടി കൾച്ചറൽ കൗൺസിലിംഗ് പറയുന്നുണ്ട്, കൗൺസിലറിൻ്റെ റോളും കൗൺസിലിംഗ് സെറ്റിങ്ങുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. ദെൻ അടുത്തതെന്ന് പറയുന്നത് ഫോർത്ത് ബ്ലോക്കാണ്. ഈ ഫോർത്ത് ബ്ലോക്കിനകത്ത് ഓർഗനൈസിങ് ആൻഡ് പ്ലാനിങ്, കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ്. അപ്പം ഈ ഒരു ഫോർത്ത് ബ്ലോക്കിൽ മെത്തേഡ് ഓഫ് ഇവാലുവേഷൻ, അതുപോലത്തെ റാഷണൽ ആൻഡ് പർപ്പസ് ഓഫ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്, ഈ 2 യൂണിറ്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റുകളാണ്. അപ്പോൾ അത് രണ്ടും ഒന്ന് കറക്റ്റായിട്ട് നോക്കുക. അത് 6 times വന്നിട്ടുള്ളതാണ് മെത്തേഡ് ഓഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. പിന്നെ റാഷണൽ ആൻഡ് പർപ്പസ് ഒരു 2 times മെൻഷൻ ചെയ്തിട്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ നമുക്കൊരു യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ് എന്ന് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ യൂണിറ്റുകളും ഇമ്പോർട്ടൻ്റ് ആണ്, എങ്കിലും ഏറ്റവും കൂടുതൽ മെൻഷൻ ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഏരിയാസാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളത് കേട്ടോ. സോ നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യുന്നത് ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസിലോട്ടാണ്. ഓക്കെ, ടോപ്പിക് വൈസ് നോക്കുമ്പോൾ ഫസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് നരേറ്റീവ് അപ്രോച്ചാണ്. നമ്മുടെ ഈ ഒരു നരേറ്റീവ് അപ്രോച്ചിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ബ്ലോക്ക് വൈസ് പറഞ്ഞപ്പോൾ യൂണിറ്റ് വൈസ് പറഞ്ഞപ്പോഴൊക്കെ മെൻഷൻ ചെയ്ത് പോയൊരു കാര്യം തന്നെയാണ് ഈ ഒരു നരേറ്റീവ് അപ്രോച്ച് എന്നുള്ളത്. അപ്പം ഈ ഒരു നരേറ്റീവ് അപ്രോച്ച് എന്താണ് 2 times മെൻഷൻ ചെയ്തതായിട്ട് കാണപ്പെട്ടിട്ടുണ്ട്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതൊന്ന് എല്ലാവരും ചെക്ക് ചെയ്യുക. ദെൻ മൾട്ടി കൾച്ചറൽ കൗൺസിലിംഗ് ഈ പറഞ്ഞ പോലെ 2 മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ റാഷണൽ ആൻഡ് പർപ്പസ് എന്ന് പറയുന്ന ടോപ്പിക്, അതും ഇമ്പോർട്ടൻ്റ് ആണ്, അതും ഒന്ന് ചെക്ക് ചെയ്യുക. ദെൻ അപ്രോച്ചസ് ടു കൗൺസിലിംഗ്. അപ്പം നമുക്കറിയാം ഡിഫറെൻ്റ് അപ്രോച്ചുകൾ നമ്മൾ പഠിക്കുന്നതാണ്. സൈക്കോ ഡൈനാമിക്, കോഗ്നിറ്റീവ് അപ്രോച്ച്, അതാണ് കൂടുതലായിട്ട് മെൻഷൻ കണ്ടിട്ടുള്ളത്. പിന്നെ ഓൾറെഡി നരേറ്റീവ് അപ്രോച്ച് നമ്മൾ ഓൾറെഡി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ അടുത്തത് വന്നിട്ട് ഇൻ്റർവ്യൂ, കേസ് ഹിസ്റ്ററി ആൻഡ് ടെസ്റ്റിംഗ്. അപ്പോൾ ആ ഒരു സെക്കൻഡ് ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഇൻ്റർവ്യൂ, കേസ് ഹിസ്റ്ററി, ടെസ്റ്റിംഗ് ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു കാര്യവും ആ ഒരു ക്വസ്റ്റ്യനും 1-2 തവണ മെൻഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ അതെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. ദെൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ടോപ്പിക് ഐഡൻറ്റിഫിക്കേഷൻ. നമ്മുടെ അടുത്തൊരു അനാലിസിസ് എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടോപ്പിക് ഐഡൻറ്റിഫിക്കേഷനാണ്. സോ അപ്പോൾ ഇവാലുവേഷൻ ടൈപ്പാണ് ഫസ്റ്റിൽ വന്നിട്ടുള്ള ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവാലുവേഷൻ ടൈപ്പ് നമ്മുടെ ആ ഒരു ഫോർത്ത് ബ്ലോക്കിനകത്ത് വന്നിട്ടുള്ള ഇവാലുവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. ഈ ഒരു ഇവാലുവേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ആ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമ്മൾ കാണേണ്ട ഒരു ഏരിയ ആണ്. അപ്പം അതുകൊണ്ട് എല്ലാവരും ആ ഒരു ഏരിയ കുറച്ചൊന്ന് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക തന്നെ ചെയ്യുക കേട്ടോ. ദെൻ പ്രഡിക്ഷൻ ആൻഡ് പ്രോബബിലിറ്റി ഫോർ അപ്കമ്മിങ് എക്സാംസ്. അതായത് നമ്മൾ അടുത്തതായിട്ട് കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിങ്ങനെ പോയിട്ടുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ വരുന്ന എക്സാമിന് കുറച്ച് പ്രോബബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ചാൻസസ് ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ടോപ്പിക്സ് ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്സ്, അതായത് ഏറ്റവും കൂടുതൽ വരാനായിട്ട് ചാൻസ് ഉള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഫസ്റ്റ് വന്ന് മെത്തേഡ്സ് ഓഫ് ഇവാലുവേഷൻ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ഇവാലുവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണെന്ന് പറഞ്ഞു. അപ്പം ഇറ്റ്സ് ഹൈ മാർക്ക്
allocation and focus in recent paper this topic is likely to appear again. അപ്പം ഈ ഒരു ഇവാലുവേഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. സോ എല്ലാവരും അത് ചെക്ക് ചെയ്യാം. ദെൻ ഇൻട്രൊഡക്ഷൻ ടു അസസ്മെൻറ്റ്, അതുപോലെ തന്നെ സെക്കൻഡ് ഹൈ പ്രോബബിലിറ്റി ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു അസസ്മെൻ്റ് ആണ്. ഫ്രീക്വൻ്റ്ലി എംഫസൈസ് ചെയ്തേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ അത് ഇനിയും അടുത്ത ഈ ഒരു പ്രാവശ്യത്തെ എക്സാമിനും കൂടെ വരാനായിട്ടുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. ദെൻ അടുത്തതെന്ന് പറയുന്നത് കൗൺസിലിംഗ് സെറ്റിംഗ് ആൻഡ് റോൾ ഓഫ് കൗൺസിലേഴ്സ് ആണ്. അപ്പം കൗൺസിലിങ്ങിൻ്റെ സെറ്റിങ്സ് എന്താണ്, കൗൺസിലറിൻ്റെ റോൾ എന്താണ്, കൗൺസിലിങ്ങിനകത്ത് ഗൈഡൻസിനകത്തുള്ള ഒരു റോൾ എങ്ങനെയാണ് എന്നൊക്കെ കാര്യങ്ങൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ ടോപ്പിക്കുകളിലൂടെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളതാണ്. അപ്പോൾ അതെല്ലാവരും ആ ഏരിയ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പം ക്വസ്റ്റ്യനൊക്കെ പലപ്പോഴായിട്ട് അപ്പിയർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രാവശ്യവും ഈ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ദെൻ നറേറ്റീവ് അപ്രോച്ച്. നമ്മൾ ത്രൂ ഔട്ട് ഈ ഒരു അനാലിസിസ് തുടങ്ങിയപ്പോൾ മുതൽ പറയുന്നൊരു കാര്യമുണ്ട്, നറേറ്റീവ് അപ്രോച്ച് അല്ലെങ്കിൽ അപ്രോച്ചസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അപ്പം ഈ ഒരു നറേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് റീസെൻറ്റ് എക്സാംസിനൊക്കെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മേ ബി ഈ ഒരു പ്രാവശ്യവും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നമുക്കത് കാണാനായിട്ട് ചാൻസസ് ഉണ്ട്. സോ എല്ലാവരും ആ ഒരു ഏരിയ കൂടി ചെക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ ഹൈ പ്രോബബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ടോപ്പിക്സ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇനി അടുത്ത കുറച്ച് മോഡറേറ്റ് പ്രോബബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഉള്ള ടോപ്പിക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ മൾട്ടി കൾച്ചറൽ കൗൺസിലിംഗ് ആണ്. അപ്പോൾ മൾട്ടി കൾച്ചറൽ കൗൺസിലിംഗ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളതാണ് നമ്മുടെ ക്ലാസ്സുകളിൽ. സോ എല്ലാവരും അത് ചെക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ തേർഡ് ബ്ലോക്കിനകത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ അപ്രോച്ചസ് ടു കൗൺസിലിംഗ്, അതുപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ തരത്തിലുള്ള അപ്രോച്ചുകളും ഒന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് പോവാം. ത്രൂ ഔട്ട് നമ്മൾ ഇൻ്റർവെൻഷനകത്തും ഒക്കെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ള അപ്രോച്ചുകൾ തന്നെയാണ്. നിങ്ങൾ ഫസ്റ്റ് ഇയർ മുതൽ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, തിയറീസൊക്കെ തന്നെയാണ്. എന്താണ് സൈക്കോഡൈനാമിക് ആയാലും കോഗ്നിറ്റീവ് ആയാലും ഒക്കെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ള തിയറികളാണ്. അതൊന്നുകൂടി ഒന്ന് ഉറപ്പ് വരുത്തുക എന്തൊക്കെയാണ് അതിനകത്ത് അസസ്മെൻറ്റിലേക്ക് വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് മാത്രം ഒന്ന് ഉറപ്പ് വരുത്തുക. ദെൻ റാഷണൽ ആൻഡ് പേർപ്പസ്, അതുപോലെ തന്നെ കൗൺസിലിങ്ങിന് ഗൈഡൻസിൻ്റെ റാഷണൽ എന്താണ്, പേർപ്പസ് എന്താണ് എന്നുള്ള ആ ഒരു ഏരിയ കൂടി മസ്റ്റായിട്ട് നോക്കിയിട്ട് പോവാം. ദെൻ ലോ പ്രോബബിലിറ്റി ടോപ്പിക്സ്, പിന്നെ കുറേ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു, അതിനെക്കുറിച്ച് മോഡറേറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതൊക്കെ വരാം, അല്ലെങ്കിൽ ചിലപ്പം വരാം, വരാതിരിക്കാം എന്നൊക്കെയുള്ള ചാൻസസ് ഒക്കെ പറഞ്ഞു. എനിക്ക് വലിയ പ്രോബബിലിറ്റി ഒന്നും ഇല്ലാത്ത കുറച്ച് ക്വസ്റ്റ്യനുണ്ട്. അതായത് ഇപ്പം ടോപ്പിക്സ് ദാറ്റ് ഹാവ് ബീൻ ലെസ് ഫ്രീക്വൻ്റ്ലി കവേർഡ് ആർ മോർ സ്പെസിഫിക് സച്ച് ആസ് ഇൻ്റർവ്യൂ, കേസ് ഹിസ്റ്ററി ആൻഡ് ടെസ്റ്റിംഗ്. അപ്പം പലപ്പോഴായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ അധികം നമ്മൾ കാണാത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഇൻ്റർവ്യൂ, നമ്മുടെ മെത്തേഡുകളാണ് കേട്ടോ, അസസ്മെൻറ്റ് മെത്തേഡുകളാണ്. ഇൻ്റർവ്യൂ, കേസ് ഹിസ്റ്ററി, ടെസ്റ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഈ പോലെ അപ്രോച്ചുകൾ കാണാറുണ്ടെങ്കിലും ഇപ്പോൾ റീസെൻറ്റ് ക്വസ്റ്റ്യനുകൾ അധികം കണ്ടിട്ടല്ല. പക്ഷേ ഇമ്പോർട്ടൻ്റ് ഏരിയ തന്നെയാണ്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. അത് നമ്മൾ ഗോ ത്രൂ ചെയ്തേ പറ്റുള്ളൂ. ആ ഒരു ഏരിയ നമ്മൾ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ ഇനി കൺക്ലൂസീവ് നോട്ടുള്ള ആണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ത്രൂ ഔട്ട് ഒരു വലിയൊരു അനാലിസിസ് നമ്മൾ നടത്തി. അപ്പോൾ അതിനകത്ത് നമ്മൾ നോട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കേട്ടോ. നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയയാണ് മെത്തേഡ്സ് ഓഫ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വെയിറ്റേജ് വരുന്നത് കൊണ്ട് തന്നെ അതിനെ ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് എല്ലാവരും കാണുക, അതിനൊന്ന് നോട്ട് ഡൗൺ ചെയ്യുക. ദെൻ അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫൗണ്ടേഷണൽ കോൺസെപ്റ്റ്, നമ്മുടെ അസസ്മെൻറ്റിൻ്റെ ആ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്ന ഒരു ഫൗണ്ടേഷണൽ കോൺസെപ്റ്റുകളെ കുറിച്ചുള്ള ഒരു കറക്റ്റായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം. ഓക്കെ, അതുപോലെ തന്നെ കൗൺസിലർ, ഒരു വേരിയസ് സെറ്റിങ്സിൽ കൗൺസിലറിൻ്റെ റോളുകൾ എന്താണ് എന്നുള്ളതും കൂടെ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ദെൻ പേ അറ്റൻഷൻ ടു നറേറ്റീവ് അപ്രോച്ച് ഇൻ കൗൺസിലിംഗ് ആൻഡ് മൾട്ടി കൾച്ചറൽ ആസ്പെക്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ നറേറ്റീവ് അപ്രോച്ചസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ മൾട്ടി കൾച്ചറൽ ആസ്പെക്ട്സിൽ വരുന്ന കൗൺസിലിങ്ങിൻ്റെ കാര്യങ്ങളും നമ്മൾ കൂടുതലായിട്ട് അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ഫോക്കസ് ചെയ്യുക. Okay, then with the above topics are prioritized, don't neglect other areas of the syllabus as the exams cover a broad range of topics. നമുക്കറിയാം അല്ലേ, നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു, നമ്മളെല്ലാ ബ്ലോഗ്സും ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്, യൂണിറ്റ് വൈസും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമുക്കറിയാം ദ ഹോൾ സബ്ജക്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലാസ്സുകൾ കേട്ട് ഒന്ന് മനസ്സിലാക്കി പോയാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസിനെ
നല്ല രീതിക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ബിക്കോസ് ഇപ്പം നമ്മൾ ഈ ഒരുപാട് പ്രഡിക്ഷൻസ് പറയുന്നുണ്ട്, അല്ലെ എക്സ്പെക്ടിങ് ക്വസ്റ്റ്യൻസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പം നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാത്ത ഒരു ഏരിയയിൽ നിന്നും ചിലപ്പം ക്വസ്റ്റ്യൻസ് വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഒരു ത്രൂ ഔട്ട് എല്ലാ പോർഷൻസും കവർ ചെയ്തിട്ട് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. എങ്കിലും അതിനകത്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ പറഞ്ഞിട്ടുള്ള ഏരിയാസിന് കൊടുക്കാനായിട്ടും ശ്രമിക്കുക. ഓക്കെ, അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. ദെൻ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു ലേൺ വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പർ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിനെയൊക്കെ ബേസ് ചെയ്തിട്ട് പ്രോബബിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്നിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം, ഇല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിലൂടെ അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ ആൻസേഴ്സിലൂടെയൊക്കെ ഒന്ന് ഗോ ത്രൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ സെക്ഷൻ എയിലകത്ത് തന്നിരിക്കുന്നത് 4 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്കറിയാം ഇതിനകത്ത് ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഡിസ്കസ് ദ മെത്തേഡ് ഓഫ് evaluation in counseling and guidance. How do these methods contribute to the effectiveness of counseling program? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് elaborate on the concept of assessment in counseling. What are the key elements that define a robust assessment process? Okay. Then third question, explain the role of counselors in multicultural counseling setting. How does cultural awareness impact counseling outcomes? And fourth question വന്നിട്ട് describe the narrative approach in counseling. How do narrative techniques differ from other counseling approach? അപ്പോൾ ഇത്രയും 4 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ ടോപ്പിക്സിനെയും ബേസ് ചെയ്തിട്ട്, ഇമ്പോർട്ടൻ്റ് ആയതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു 4 essay ക്വസ്റ്റ്യൻസ് ആണിത്. പിന്നെ നമുക്ക് സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സെക്ഷൻ ബിക്കകത്ത് നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് ആണ് എഴുതേണ്ടത്? 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ തന്നിരിക്കുന്ന 5 ഓപ്ഷൻസ് അല്ലെങ്കിൽ 5 ഓൾട്ടർനേറ്റീവ്സിനകത്ത് നിന്ന് എഴുതേണ്ടത്. അപ്പോൾ 4 ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഔട്ട്ലൈൻ ദ rationale and purpose behind establishing guidance and counseling programs in educational institution. ഒരു ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ ഇത്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ ഡിസ്കസ് ദ ചാലഞ്ചസ് ആൻഡ് കോംപ്ലക്സിറ്റീസ് ഇൻ സൈക്കോളജിക്കൽ അസസ്മെൻറ്റ്. ഹൗ ക്യാൻ ദേ ബി അഡ്രസ്ഡ് ഇഫക്റ്റീവ്ലി? അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ് വൺ വന്നിട്ട് എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ കൗൺസിലിംഗ് സെറ്റിംഗ് ഫോർ ഇഫക്റ്റീവ് കൗൺസിലിംഗ് പ്രാക്ടീസ്. ഓക്കെ, ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? ഡിസ്ക്രൈബ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റ് യൂസ്ഡ് ഇൻ കൗൺസിലിംഗ്. വാട്ട് ആർ ദെയർ കീ ക്യാരക്ടറിസ്റ്റിക്സ്? ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ കമ്പയർ ആൻഡ് contrast individual and group counseling techniques. What are the strengths of each method? അപ്പോൾ ഈ ഓരോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പോയിന്റ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ക്ലാസ്സുകൾ. അപ്പോൾ ഈ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് നമ്മളിപ്പോൾ ഇതിനകത്ത് 4 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ 4 ക്വസ്റ്റ്യൻസ് വളരെ നമുക്ക് ഈസി ആയിട്ട് തോന്നുന്ന 4 ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അത് നല്ല രീതിക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാനായിട്ട് ശ്രമിക്കാം. ദെൻ സെക്ഷൻ സിയിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താണ്, ഏതെങ്കിലും 2 എണ്ണത്തിന് ആൻസർ എഴുതിയാൽ മതി. നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ, ഇമ്പോർട്ടൻസ് ഓഫ് എംപതി ഇൻ കൗൺസിലിംഗ്. ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് എഴുതാനായിട്ട് പറ്റും. കാരണം കൗൺസിലിംഗ് സൈക്കോളജി പേപ്പറിനകത്തും അസസ്മെൻറ്റിനകത്തും ഇൻ്റർവെൻഷനകത്തും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നൊരു ടോപ്പിക്കാണ് എംപതി ഇൻ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കീ ആസ്പെക്ട് ഓഫ് കരിയർ പ്ലാനിങ് ഇൻ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. ഓക്കെ, അപ്പം ഈ ഒരു കരിയർ പ്ലാനിങ്ങിനെ കുറിച്ച് നമ്മുടെ ആ ഒരു തേർഡ് ബ്ലോക്കിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് പോസിറ്റീവ് ഹെൽത്ത് ഇൻ കൗൺസിലിംഗ് ആൻഡ് പ്രാക്ടീസ്, അത് നമ്മുടെ തേർഡ് ബ്ലോക്കിനകത്ത് നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു 3 ഓപ്ഷനകത്ത് 2 എണ്ണം മാത്രം എഴുതിയാൽ മതി. ഇപ്പോൾ 2 ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഒരു ജനറൽ ആസ്പെക്റ്റിൽ തന്നെ നമുക്ക് ആലോചിച്ച് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു അസസ്മെൻറ്റ് ഇൻ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ പേപ്പർ അല്ലെങ്കിൽ കൗൺസിലിംഗ് പേപ്പറിനകത്തുള്ളത്. അപ്പം കുറേയൊക്കെ നിങ്ങളുടെ ആ ഒരു ലോജിക് വെച്ചും നിങ്ങൾക്ക് മറ്റുള്ള പേപ്പറുമായിട്ട് കണക്ട് ചെയ്തിട്ടും ഒക്കെ തന്നെ എഴുതാനായിട്ട് പറ്റും. സോ എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതുക, നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അർഷാന മാം പറഞ്ഞത് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ നോട്ട് ചെയ്യുക, അതുപോലെ ഫോളോ ചെയ്യുക. പ്രധാനമായിട്ട് നമ്മുടെ സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ അതുപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വലിയ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എത്ര ശതമാനം ചോദ്യങ്ങൾ അതുപോലെ തന്നെ വന്നു, എത്ര വന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനും സാധിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് ഇനി ലേൺ വൈസിലേക്ക് വരാം. ഇഗ്നോ പോലുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്ന ഏതൊരാൾക്കും സ്റ്റഡി മെറ്റീരിയൽസ് യൂണിവേഴ്സിറ്റി അയച്ചു കൊടുക്കാറായിരുന്നു പതിവ്. എന്നാൽ അത് കൃത്യമായിട്ട് എല്ലാവരും പഠിക്കാറുണ്ടോ, എക്സാം അറ്റൻഡ് ചെയ്യാറുണ്ടോ, എല്ലാവരും പാസ് ആവാറുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വലിയ ചോദ്യചിഹ്നമാണ്. എന്നാൽ ഈ ഒരു സ്പേസിലേക്ക്
കഴിഞ്ഞ 2-3 വർഷമായിട്ട് കടന്നു വരികയും ഓരോ ലേണർക്കും വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് നൽകുന്ന കാര്യത്തിൽ ലേൺവൈസ് വളരെ മുൻപന്തിയിൽ തന്നെയായിരുന്നു. അതിൽ നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ടും വളരെ വലുതുമായിരുന്നു. ഇനിയുള്ള കാലത്തും കൂടുതൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് ലേൺവൈസ് ഉദ്ദേശിക്കുന്നതും. അപ്പൊ ഞാൻ ലേൺവൈസിനെ ഒന്ന് ബ്രീഫ് ചെയ്യുകയാണെങ്കിൽ, വീട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ ഡിഗ്രി PG വിദ്യാഭ്യാസം ഓൺലൈനായിട്ട് തന്നെ നമുക്ക് പൂർത്തീകരിക്കാനുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ലേൺവൈസ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠിച്ചിറങ്ങിയ പ്രഗത്ഭരായിട്ടുള്ള മെമ്പേഴ്സ് ലേൺവൈസിന്റെ കോർ ടീമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നിലവിൽ 11 കോഴ്സുകൾക്കുള്ള കോച്ചിങ് നമ്മൾ കൊടുക്കുന്നു. സൈഡിൽ നിങ്ങൾക്ക് കാണാം ഓരോ കോഴ്സുകളും. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള കോഴ്സുകളിൽ ഏതെങ്കിലും ഒന്നിൽ ഇഗ്നോ അഡ്മിഷൻ എടുത്ത് ഒരു ബെസ്റ്റ് കോച്ചിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലേൺവൈസുമായിട്ട് ബന്ധപ്പെടാം. നമ്മളുമായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. 7592939616. കോൾ വഴിയോ വാട്സപ്പ് വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അതുപോലെ നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഇത്തരത്തിൽ അഡ്മിഷൻ എടുത്തവരായിട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നവരായിട്ടുണ്ടെങ്കിൽ മികച്ചൊരു കോച്ചിങ് സപ്പോർട്ടിനായിട്ട് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. learnwise.co ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്. അതുപോലെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആപ്പിൽ ഒരുപാട് ഫ്രീ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും വീഡിയോ കണ്ടന്റുകളും ഉണ്ട്. ലേൺവൈസിന്റെ കണ്ടന്റ് ക്വാളിറ്റി നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ സാധിക്കും. എന്തായാലും ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റിന്റെ പ്രീവിയസ് റിക്വസ്റ്റ് പേപ്പർ അനാലിസിസുമായിട്ട് ഉടൻ തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.